അങ്ങനെയുള്ള ഒരു ഇന്ത്യയെയാണ് ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ, ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കും. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ടൊന്ന് കേട്ട് നോക്കിയേ. 2014 ശേഷമാണ് ഇന്ത്യയിൽ മത തീവ്രവാദവും ജാതി വ്യവസ്ഥയും വളരെയധികം കൂടി വന്നത്. അതിന് കാരണമായത് RSS എന്ന ക്യാൻസർ ഇന്ത്യ ഉടനീളം ബാധിച്ചതുകൊണ്ടാണ്. നമ്മളൊരിക്കൽ വർഗീയതയ്ക്ക് നമ്മൾ അനുകൂലമായി നിന്ന് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കതിന്നും ഒരു രക്ഷയില്ല. ഇപ്പോൾ തന്നെ ഒരു 75% RSS എന്ന ക്യാൻസർ വർഗീയത ഇന്ത്യയിൽ ഉടനീളം ബാധിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളെ ജനാധിപത്യത്തിന് വരെ അത് അപകടമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം. ഇന്ന് സവർണർക്കായിട്ട് ഒരുക്കി വെച്ച ഐഡിയോളജിയിലൂടെയാണ് നമ്മളെ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും അതിൽ നിന്നൊരു രക്ഷ കണ്ടെത്തണം. നമുക്ക് രക്ഷ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും അതിലൊരു ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നമ്മൾ തേടേണ്ടത്. നമ്മൾ മതത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വർഗീയതയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് കൊടുക്കില്ല എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂല തീരുമാനങ്ങൾ എടുക്കില്ല എന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും നമ്മൾ ചെയ്യില്ല എന്നും ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ RSSൻ്റെ ഈ ഐഡിയോളജിയും RSSൻ്റെ തല്ലലും കൊല്ലലും എല്ലാം നമുക്കതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അതാണ് ഇനി ആവശ്യം. 5% മാത്രം മുസ്ലിങ്ങളുള്ളൊരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ. ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു. ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നാട്ടിൽ? ഒന്നും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ്. ഡോക്ടർ സെയ്ദ അൻവർ തൈമൂർ. ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല. 3 തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് MOH ഫാറൂഖ് എന്നായിരുന്നു. 2 മാസമെങ്കിൽ 2 മാസം കേരളത്തിൽ CH മുഹമ്മദ് കോയയും മുഖ്യമന്ത്രിയായി. ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേയില്ല. ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ്. അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് 2ാം UPA കാലത്ത്. പക്ഷെ അയാൾ സിഖുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ്. നമ്മുടെ രാജ്യത്ത് എവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല. മതം ഒരു വിമർശന കാരണമോ കലാപ കാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെയാണ് ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ, ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കും.